വോയിസ് ഓഫ് ദി ചർച്ച് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് മലങ്കര കത്തോലിക്ക സഭയുടെ അധിപനായിട്ടുള്ള ആർച്ച് ബിഷപ്പ് കാർഡിനലായിട്ടുള്ള മാർ ക്ലീമീസ് പിതാവ്. പൊതുമേഖലയിലും സഭയിലും വളരെ അധികം ആക്റ്റീവായിട്ടുള്ള പിതാവിനെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. സഭയുടെ ശബ്ദമെന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഇന്ന് കേൾക്കാം. പിതാവെ, ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായി. ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ ഖയോസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖയോസ് ശാസ്ത്രീയമായി പറയുമ്പോഴും അതങ്ങനെ സംഭവിക്കേണ്ടതാണ്. കാരണം ഖയോസ് കൂടുമെന്നാണ് സയൻസ് പറയുന്നത്. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സയൻസിൻ്റെ ഒരു ബ്രാഞ്ചുണ്ട്. ഫിസിക്സിലെ അടിസ്ഥാന ബ്രാഞ്ചാണ്. ആ ബ്രാഞ്ചിൻ്റെ പഠനമനുസരിച്ച് ഈ ഖയോസ് ഡിസോർഡർ അത് കൂടിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. നാച്ചുറൽ പ്രോസസ്സാണ്. അത് നമ്മളത് കാണുന്നുണ്ട്. അതിനെ എൻട്രോപ്പി എന്നൊക്കെയാണ് സയൻസിൽ വിളിക്കുക. അപ്പോൾ ലോകത്തിലെല്ലായിടത്തും ഖയോസ് വർദ്ധിക്കുന്നു. ഈ ഖയോസിൻ്റെ വർധന സഭയിൽ ബാധിക്കുന്നുണ്ട് എന്നങ്ങ് കരുതുന്നുണ്ടോ എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്. ഈ ശാസ്ത്രീയമായ നിരീക്ഷണത്തിൽ അങ്ങനെ ഒരു കാലം, അതിൻ്റെ വർദ്ധിതമായ അനുഭവമൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾക്കിതിനോട് ചേർത്ത് വയ്ക്കണം. സേവിങ് ടൈം, രക്ഷാകര സമയം എന്ന് വെച്ചാൽ ഒരു നിശ്ചിത കാലഘട്ടമല്ല. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ഈ അസ്വസ്ഥതകളുടെയും ആകുലതകളുടെയും മധ്യേ ഒരു പുതിയ പ്രതീക്ഷ മനുഷ്യന് നൽകിക്കൊണ്ടാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി ജനിച്ചു എന്നത് നമുക്ക് നൽകുന്ന ഈ കയോട്ടിക് പീരിയഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അസ്വസ്ഥതകളുടെ ദിനങ്ങൾക്കിടയിലുള്ള ഒരു വലിയ പ്രതീക്ഷയാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഈ അസ്വസ്ഥതകളുടെ നടുവിൽ നിൽക്കുമ്പോഴും യഥാർത്ഥമായ ഒരു ഉറപ്പുണ്ട്. ദൈവം കൂടെയുണ്ട്. ഇമ്മാനുവേൽ, അവൻ ഉപേക്ഷിക്കില്ല. മനുഷ്യൻ തനിച്ചല്ല. ശാസ്ത്രം ഒറ്റയ്ക്കല്ല. ശാസ്ത്രം തോക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയും ആധിപത്യവുമൊക്കെ നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ നാം അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. എന്നാൽ ഇത് നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതുമായി വിശ്വാസ സമൂഹത്തിലേക്ക് വരുമ്പോൾ, സഭയിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അവിടെയും ചരിത്രവും അവിടെയും സൂചന നൽകുന്നതും വ്യത്യസ്തമല്ല. യേശുക്രിസ്തുവിലാണ് നാം ഇതിനെല്ലാം ഒരു തീർപ്പ് കാണുക. അപ്പോൾ ദൈവം അയച്ചത് ഒരു പരിഹാര മാർഗമാണ്. ദൈവം അയച്ചത് ഒരു ഉത്തരമാണ്. ദൈവം അയച്ചത് ഉറപ്പുള്ള ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ ഈ യേശുവിങ്കിലേക്കുള്ള നമ്മുടെ അടുപ്പവും അകലവുമാണ് അസ്വസ്ഥത കുറയ്ക്കുന്നതും കൂട്ടുന്നതുമെന്ന് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് ഈ സഭാജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ അസ്വസ്ഥതകൾ കാണുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ എന്തേ ഈ പ്രതീക്ഷ നൽകുന്ന ഉറപ്പിലേക്ക് നാം അടുത്തു വരുന്നില്ല? യേശുക്രിസ്തുവിനെ നൽകിയിരിക്കുന്നത് സന്തോഷത്തിൻ്റെ സദ്വാർത്ത നമ്മളെ അറിയിക്കാൻ, സർവ്വമനുഷ്യർക്കും. അപ്പോൾ അടുത്തു ചെല്ലുക, അവനെ സ്വന്തമാക്കുക എന്ന ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നുള്ള കാര്യത്തിൻ്റെ ഒരു തീവ്രമായ അനുഭവം നമ്മുടെ ഈ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ നമ്മെ സഹായിക്കും. ഇതിൻ്റെ ഒരു ബൈബിൾ ഇമേജറിയാണ് ശരിക്കും. കടലിലൂടെ പോയ ഗലീലിയയിൽ കടലിലുണ്ടായിരുന്ന തിരമാലകൾ. ആ തിരമാലയിൽ ആ തോണിയിലിരുന്ന ശിഷ്യന്മാർ അവരനുഭവിച്ച ആ ഒരു കയോട്ടിക് സിറ്റുവേഷൻ, അവർ കാണുന്ന പുറത്ത് കയോസാണ്, ഇങ്ങനെ ഇളകി മറിയാണ്. അപ്പോൾ ആ സീയിൽ അവർക്ക് ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിഞ്ഞതുകൊണ്ട് അവർക്ക് ആ സമാധാനം അനുഭവിക്കാൻ കഴിഞ്ഞു. ശാന്തം, കയോസ് ശാന്തമായി, അവരുടെ മനസ്സും ശാന്തമായി. നമ്മളുടെ ഇന്നത്തെ പുതിയ തലമുറയിൽ ഈ കയോസ്, ഈ ചുറ്റും വരുന്ന കയോസ് ആ പുതിയ തലമുറയിലെ മനസ്സുകളെ ഭയപ്പെടുത്തുന്നുണ്ട്.
നമ്മൾക്ക് മുതിർന്നവർക്ക് ഈ മനസ്സുകൾക്ക് സമാധാനമായി ക്രൂശിതനായ ക്രിസ്തുവിനെ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? അതിൽ നമ്മൾ വിജയിക്കുന്നുണ്ടോ? പിതാവ് എന്ത് ചിന്തിക്കുന്നു? ഈ ഇമേജറി വളരെ പ്രസക്തമാണ്. അതായത് കാറ്റും കടലും എല്ലാം ക്ഷോഭിച്ചു നിൽക്കുന്നു, അവർ കടലിലൂടെ യാത്ര ചെയ്യുന്നു, സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് വലിയ അസ്വസ്ഥത അവരിലുണ്ടാകുന്നു. ശിഷ്യന്മാർ ഇതിൽ വളരെ പരിഭ്രാന്തരാണ്. പക്ഷേ ഒരു കാര്യം അവർ മറന്നുപോയി, അവർ ആരോടൊപ്പമാണ് യാത്ര ചെയ്യുന്നത് എന്ന പരമമായ സത്യം. ഗുരു, ഞങ്ങൾ നശിക്കുന്നത് നീ കാണുന്നില്ലേ? കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാനും ശാസിക്കാനും കഴിയുന്നവനാണ് ദൈവം എന്ന് അന്ന് യേശു കർത്താവ് പൂർണ്ണമായി അവരെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മൾ നമ്മുടേതായ എല്ലാ ആശങ്കകളും അസ്വസ്ഥതകളും ഒക്കെ പ്രകടിപ്പിക്കുമ്പോൾ ഇമ്മാനുവേൽ എന്നത് ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് വ്യക്തമായി അല്ലെങ്കിൽ അനുഭവേദ്യമായി പ്രകടിപ്പിക്കുന്നതിന്, ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനുള്ള നമ്മളുടെ ഒരു സിദ്ധി, അതിന് കുറവ് വന്നിട്ടുണ്ട്. ആ കുറവ് നമ്മുടെ എല്ലാ തലങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ആരോടൊപ്പമാണ് നീ യാത്ര ചെയ്യുന്നത് മകനെ എന്ന് ചോദിക്കാൻ നമുക്കാകണം. ആരാണ് നിന്നോടൊപ്പം പടവിലുള്ളത്? ഇതൊരു ചോദ്യം മാത്രമല്ല, ഇതൊരു ആത്മീയതയുടെ ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു ഇമേജറിയിൽ നെളിച്ചു നിൽക്കുന്നത് പോലെ തന്നെ സർവ്വത്തിൻ്റെയും അധിപൻ കൂടെ യാത്ര ചെയ്യുമ്പോൾ ചുറ്റും കാണുന്ന കാഴ്ച കാറ്റും കടലും ക്ഷോഭിച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യമാണ്. ഒരു നിമിഷം മറന്നു പോകുന്നത് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ കഴിയുന്നവൻ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് കടക്കുമ്പോഴോ ഇതിൻ്റെ വ്യാപകമായ അർത്ഥത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും നമുക്ക് വളരെ വ്യക്തമാണ് നമ്മളുടെ അടിസ്ഥാന വിഷയം നാം ആരോടൊപ്പമാണ് മുൻപോട്ട് പോകുന്നത്, ആരാണ് നമ്മെ നിയന്ത്രിക്കുന്നത് എന്ന സത്യം നമുക്ക് പലപ്പോഴും അബോധാവസ്ഥയിലോ അല്ലെങ്കിൽ നാം മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നതോ ആയ ഒരു വസ്തുവായി കാര്യമായി നിൽക്കുന്നു എന്നുള്ളത്. അതായത് കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു തന്ന, ഈശോ നമുക്ക് ഏൽപ്പിച്ചു തന്ന ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാവുക എന്നുള്ളതാണ്. ഈശോയുടെ ശിഷ്യൻ എന്നുള്ളത് ബൈ ഡെഫിനിഷൻ പരസ്പര സ്നേഹത്താൽ തിരിച്ചറിയപ്പെടേണ്ടവരാണ്. അവർ വേഷഭൂഷാദികൾ കൊണ്ടോ സ്ഥാനങ്ങൾ കൊണ്ടോ ഒന്നുമല്ല ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത്. ഈശോ അവരെ ഡിഫൈൻ ചെയ്തത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കണ്ട് നിങ്ങൾ എൻ്റെ ശിഷ്യരാണ് എന്ന് ലോകം അറിയട്ടെ എന്നാണ്. ഈ നമ്മൾ തമ്മിലുള്ള സ്നേഹം അതാണ് വാസ്തവത്തിൽ ലോകത്തെ നയിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ലോകത്തിൻ്റെ ഉപ്പായി ഭവിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ സഭയ്ക്ക് ഇന്ന് ഈ പരസ്പര സ്നേഹത്തിലൂടെ ഒരു മാതൃകയായി ലോകത്തിന് ഒരു വെളിച്ചമായി തീരാൻ, ഒരു ചെറിയ മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടമായി തീരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ലോകത്തിന് നമ്മെ ദർശിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് ഞാൻ പറയില്ല. നമ്മുടെ ഒരുപാട് മേഖലകളിൽ നമുക്ക് നമ്മുടെ അറിവ് എപ്പോഴും പരിമിതമാണല്ലോ. നാം കണ്ടുമുട്ടുന്ന ആളുകളിലാണ് ഈ ക്രിസ്തീയത ഉണ്ടോ ഇല്ലയോ എന്ന് നാം പരിശോധിക്കുക. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പലപ്പോഴും ഒരു ആശങ്കയുണ്ട്, ഉദ്ദേശിക്കുന്നത് പോലെ അത് പ്രകടമല്ല എന്നുള്ളത്. എന്നാൽ നാം അറിയുന്നതിനേക്കാൾ അറിയാത്തവരുടെ എണ്ണം കൂടുതലാണ്. അവരെ വ്യാഖ്യാനിക്കാനോ അവരെ വിലയിരുത്താനോ ഒന്നും നമുക്ക് സാധിക്കില്ല. നാം അറിയാവുന്ന അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇത്രയും പോരാ എന്നത് വ്യക്തമാണ്. ആദിമ ക്രൈസ്തവരെക്കുറിച്ച് മറ്റുള്ള ആളുകൾ പറഞ്ഞിരുന്നത്, നോക്കൂ അവർ ക്രിസ്ത്യാനികളാണ്, എത്രമാത്രം അവർ പരസ്പരം സ്നേഹിക്കുന്നു. ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ ഡിസൈപ്പിൾഷിപ്പ്, അതായത് അനുഗമിക്കുന്ന ആ ഒരു തത്വം, ആ ഒരു മാർഗം, അത് സ്നേഹത്തിലാണ് അറിയപ്പെടേണ്ടത്. നാം ഇനിയും ഈ വലിയ മതാത്മകതയുടെ പരിവേഷത്തിൽ നിന്ന് യേശുവിൻ്റെ അനുയായി എന്ന ആത്മീയതയിലേക്ക് വരുമ്പോൾ സംഭവിക്കേണ്ടുന്ന ജീവിത വളർച്ചയാണ്. അത് ഇനിയും കൂടുതൽ മേഖലകളിൽ വ്യാപിക്കേണ്ടതായിട്ടുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. നാം ഇപ്പോഴുള്ളത് കൊണ്ട് തൃപ്തി അടയുന്ന ഒരു സമീപനവും നമുക്കുണ്ട്. അത് നാം തന്നെ പരിശോധിച്ച് പരിഹരിക്കേണ്ടതാണ്.
കൂടുതൽ മേഖലയിലേക്ക് ഈ സ്നേഹത്തിൻ്റെ ഒരു ശിഷ്യത്വം പ്രകടമായും ആന്തരിക ശക്തിയായും നമുക്ക് സ്വീകരിക്കണം. പിതാവ് മതം എന്ന ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അതിനോടനുബന്ധിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. മതം എന്നതുകൊണ്ട് അത് ഏത് മതവുമായിക്കൊള്ളട്ടെ, മതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ദൈവത്തെ പ്രാപിക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കലാണ് വാസ്തവത്തിലൊരു മതം മനുഷ്യന് വേണ്ടി ചെയ്യേണ്ടത്, നമ്മളതടക്കമുള്ള മതം. അപ്പോൾ ഇന്ന് മതം അതിൻ്റെ ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് കുറച്ചെങ്കിലും വ്യതിചലിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട് ധാരാളം സ്ഥാപനങ്ങളും സ്വത്തുക്കളുമൊക്കെ മതത്തിൻ്റേതായി വരികയും അതിൻ്റെ ഭരണ സംവിധാനങ്ങളും അതിൻ്റെ നിയന്ത്രണവും എല്ലാമായി ഈ ദൈവത്തിലേക്ക് എത്തിക്കുക എന്ന ഒരു പ്രോസസ്സിൽ നിന്ന് ഈ പാരഫെർനേലിയ മുഴുവൻ മാനേജ് ചെയ്യുക എന്ന ഒരു പ്രോസസ്സിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരുന്നുണ്ടോ? അതിൽ നിന്ന് നമുക്ക് ഈ ശിഷ്യത്വം, ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാനുള്ള, അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് നയിക്കേണ്ട വലിയ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഇത് മാത്രമുള്ള ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്തത്തിൽ നമ്മൾ അകന്നു പോകുന്നുണ്ടോ? പിതാവ് എന്ത് ചിന്തിക്കുന്നു? ഈ ക്രിസ്തു മതവും ക്രിസ്തു സഭയും തമ്മിലുള്ള അടുപ്പവും അകലവും യേശുക്രിസ്തുവുമായിട്ടുള്ളതാണ്. നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. യേശുക്രിസ്തു മധ്യത്തിൽ നിൽക്കുന്നു, ക്രിസ്തു മതവും ക്രിസ്തു സഭയും. ഈ ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ച് നമുക്ക് ഏറ്റവും വൈകാരികമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ശൗൽ നേരിടുന്ന ചോദ്യമാണ്. ശൗൽ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? കർത്താവേ, നീ ആരാണ്? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അപ്പോൾ യേശു സഭയുമായി ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഐഡൻറ്റിഫൈങ് ഹിംസെൽഫ് വിത്ത് ദ ചർച്ച്, ദ ബിലീവിങ് ഫോക്ക്. അപ്പോൾ നമ്മൾ ഈ ഭൗതിക ശരീരം എന്ന് പറയുമ്പോൾ കാണാവുന്ന ക്രിസ്തു എന്ന് നമുക്കതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുമോ? യേശുക്രിസ്തുവിനെ ഫിസിക്കലി കാണുന്നു എന്നതിനപ്പുറത്ത് ആരാണ് ഇതിൻ്റെ അധിപൻ, ആരാണ് ഇതിൻ്റെ ഉടമസ്ഥൻ? അപ്പോൾ ഈ മതം എന്നത് സംഘടിതമായ ഒരു വിശ്വാസ സംരക്ഷണത്തിൻ്റെ എല്ലാ എലമെൻസും പാലിച്ചുകൊണ്ട് പോകുന്ന ഒരു സംവിധാനമാണ്. തിരുസഭയാകട്ടെ ഈ ഭൗതിക ശരീരം, ഇറ്റ്സ് എ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതായത് നമുക്ക് നമ്മുടെ ആത്മീയമായ ഒരു കൂട്ടായ്മയിൽ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സംഘാതാത്മകമായ ബന്ധം കർത്താവിനോട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നൊന്നിനെ തള്ളിപ്പറയുകയോ നിരാകരിക്കുകയോ അല്ല. ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ ഈ മതത്തിൻ്റെ ചില ഘടകങ്ങൾ സഭയിൽ പ്രകടമാകും. എന്നാൽ അതിൻ്റെ അരൂപി നിശ്ചയിക്കുന്നതും അതിൻ്റെ യഥാർത്ഥ ദിശാബോധം നിശ്ചയിക്കുന്നതും ഡിസൈപ്പിൾഷിപ്പ്, തിരുസഭ എന്ന ആത്മീയ സങ്കേതമായിരിക്കണം. അതല്ല എങ്കിൽ ഈ ബാഹ്യമായ ചില സ്ഥാപനങ്ങൾ, അടയാളങ്ങൾ, ബാഹ്യമായ ചില കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുന്ന ചില അവസ്ഥകളൊക്കെ അത് വച്ച് സഭയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. സഭ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടേണ്ടത് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിസൈപ്പിൾഷിപ്പിലും അതിൻ്റെ അനുബന്ധമായ സുഹൃത പ്രവൃത്തികളിലും സാക്ഷ്യത്തിലുമാണ്. അപ്പോൾ നമ്മൾ സഭ ഈശോയുടെ ഭൗതിക ശരീരം എന്ന് പറയുമ്പോൾ സഭ ആക്രമിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മനഃപൂർവ്വമായി സഭ തിന്മയ്ക്ക് വിധേയമാകുമ്പോൾ യേശുവിൻ്റെ ശരീരത്തെ തന്നെ മുറിപ്പെടുത്തുന്നു എന്ന് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്നതല്ലേ? അതെ. ഈശോ കുരിശിലുള്ള ഈശോയെ വിചാരിക്കുക. അപ്പോൾ കുരിശിലുള്ള ഈശോ ദൈവമാണ്, ദൈവത്തിന് അനാദിയാണ്. അപ്പോൾ അനാദിയായ ദൈവത്തിൻ്റെ കുരിശുമരണമെന്ന് പറയുന്നതും ഒരു നിതാന്ത സത്യമാണ്. ഒരു മനുഷ്യൻ തിന്മ ചെയ്യുമ്പോൾ നിശ്ചയമായും ഈശോ കുരിശിൽ തന്നെയാണ്. അതെ. അവനെ സംബന്ധിച്ച് അവൻ്റെ ക്രിസ്തു കുരിശിലാണ്. അപ്പോൾ സഭ ആക്രമിക്കപ്പെടുമ്പോൾ യേശുവിനെ ആക്രമിക്കുന്നത് പോലെ തന്നെയല്ലേ സഭയെ ആക്രമിക്കുക എന്നുള്ളത് ആണ്. അത് ശൗലിനോട് കർത്താവ് പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയേണ്ടുന്ന ഒരു അവസ്ഥയില്ല. വൈ ആർ യു ടോർച്ചറിങ് മീ? യേശുക്രിസ്തു എന്ന വ്യക്തിയെ ശൗൽ ഒരിക്കലും ശാരീരികമായി പീഡിപ്പിച്ചിട്ടില്ല. പക്ഷേ യേശുവിൻ്റെ സഭയെ ആക്രമിക്കുമ്പോൾ യേശു പറയുന്നു, വൈ ആർ യു ടോർച്ചറിങ് മീ? എന്നെ എന്തിനാണ് പീഡിപ്പിക്കുന്നത്? അപ്പോൾ കർത്താവ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് സഭയോടാണ്, മതത്തോടല്ല. വളരെ നല്ലൊരു ഇൻ്റർപ്രിട്ടേഷനാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. ഈ ശൗലിൻ്റെ ഈ ഒരു അനുഭവവും
സഭയുടെ സിറ്റുവേഷൻ തമ്മിൽ ബന്ധപ്പെടുത്തി ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. വളരെ ശരിയുമാണ്, വളരെ ശരിയായിട്ട് ബോധ്യമായിട്ട് തോന്നുന്നു. നമ്മൾ സഭയുടെ കാര്യങ്ങൾ കുറച്ച് സംസാരിച്ചു. കുറച്ച് നമ്മളുടെ കുടുംബ സാഹചര്യങ്ങളിലേക്ക് വരാമെന്ന് തോന്നുന്നു. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്ലോബലൈസേഷനൊക്കെ ശേഷം 90കളിലാണ് ഇന്ത്യയിൽ ഗ്ലോബലൈസേഷൻ വരുന്നത്. അപ്പം വെസ്റ്റേൺ കൾച്ചർ അതുപോലെ വല്ലാതെ നമ്മളുടെ കുടുംബങ്ങളിലേക്ക്, കുടുംബ സാഹചര്യങ്ങളിലേക്ക് ഇടിച്ചു കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ സ്വാതന്ത്ര്യബോധം, അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള കാര്യം അത് ഏറ്റവും പരമപ്രധാനമാണ് എന്ന നിലയിലേക്ക് ലോകത്തിലെല്ലായിടത്തും അങ്ങനെ ചിന്തയുണ്ട്. ഇന്ത്യയിലും ആ ചിന്ത വല്ലാതെ വരുന്നു. അത് പിന്നെ ഒരു ഭാഗത്ത് കൺസ്ട്രക്റ്റീവാണ്, ഒരു ഭാഗത്ത് ഡിസ്ട്രക്റ്റീവുമാണ്. ഇപ്പം ഇടതുപക്ഷ ചിന്തകൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ അതൊരു ഡിസ്ട്രക്റ്റീവ് രീതിയിലാണ് ഈ വ്യക്തി സ്വാതന്ത്ര്യത്തെ അവതരിപ്പിക്കുന്നത്. ഇത് നമ്മളുടെ കുടുംബ മൂല്യങ്ങൾക്ക്, വ്യക്തി മൂല്യങ്ങൾക്ക് പ്രയാസമുണ്ടാക്കിയിട്ടുള്ളതായി പിതാവ് കാണുന്നുണ്ടോ? ഈ സ്വാതന്ത്ര്യം എന്നത് ദൈവം നൽകിയിരിക്കുന്ന ഒരു ദാനമാണ്. ആൻഡ് ഫ്രീഡം കനോട്ട് ബി ടേക്കൺ അവേ. സ്വാതന്ത്ര്യം ഒരിക്കലും ഹനിക്കപ്പെടാൻ പാടില്ല. സ്വാതന്ത്ര്യം ദൈവദത്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എനിക്ക് വ്യക്തി അധിഷ്ഠിതമായി ചില കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ലൈസൻസ് ആണോ എന്നത് പരിശോധിക്കപ്പെടണം. അതായത് ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് ഞാൻ തന്നെയാണോ, ഞാൻ മാത്രമാണോ ഈ ഞാൻ എന്ന് പറയുന്നത്? ഇതിന് മുൻപ് ഞാനുണ്ടോ, ഇതിന് ശേഷം ഞാനുണ്ടോ? അതായത് ഞാനൊരു കണ്ടിന്യൂറ്റി ആണോ, ഞാനൊരു തുടർച്ചയാണോ എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ഞാൻ എങ്ങനെ ഞാൻ ആയി വന്നു, ഞാൻ ഇനിയും എങ്ങനെ ഞാനായി തുടരും? ഇതിൻ്റെ മധ്യത്തിൽ വേണം ഞാൻ വിചാരിക്കുന്നു ഈ സ്വാതന്ത്ര്യത്തെ കാണാൻ. എനിക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടപ്പെട്ട സമയത്ത് ഇഷ്ടമുള്ളവരോടൊത്ത് ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യമെന്ന് ധരിക്കുമ്പോൾ ദാറ്റ് ഈസ് ദ മോസ്റ്റ് വിസിബിൾ സൈൻ ഓഫ് സെൽഫിഷ്നെസ്. സ്വാർത്ഥതയുടെ ഏറ്റവും വലിയ രൂപമാണത്. അങ്ങനെയല്ല. ഈ സ്വാതന്ത്ര്യ ബോധത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മഹാത്മാഗാന്ധി നേടിത്തന്നു എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധി ഒരു ഐസൊലേഷനിൽ ചെയ്ത പ്രവൃത്തിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് മുൻപും അതിനുശേഷവും, അതായത് നാം എങ്ങനെ ആയിരിക്കണം എന്ന് നാം ശഠിക്കുന്നതിൻ്റെ ഭാഗമാണ് നാം ഉപയോഗിക്കുന്ന സ്വാതന്ത്ര്യം. ഈ വ്യക്തി ജീവിതത്തിൽ ഇതിന് വലിയ പ്രസക്തിയുണ്ട് എന്നത് പരമാർത്ഥമാണ്. വിനിയോഗിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് എന്നതും എല്ലാവരും ശ്രദ്ധയോടെ നോക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ ധാർമ്മിക ജീവിതത്തിലും ധാർമ്മിക ചിന്തയിലും ഈ വ്യക്തി സ്വാതന്ത്ര്യം വിനിയോഗിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഇത് പൂർണ്ണമായ ബോധ്യത്തിൽ എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിന് ഞാനെടുക്കുന്ന തീരുമാനങ്ങളാണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വേർഷൻസ്, അല്ലേ? അതെ അതെ. അപ്പോൾ ഇത് വളരെ സത്യസന്ധമായും ഒരു തുടർച്ച എന്ന നിലയിൽ ചരിത്രത്തിൻ്റെ ഭാഗമായും എനിക്ക് ശേഷം ഇതിൻ്റെ വീണ്ടുമുള്ള തുടർച്ചയുടെ ഭാഗമായും ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തെ കാണണം. എനിക്ക് ഇഷ്ടം പോലെ എനിക്ക് തന്നിരിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ ഈ ലോകം. എനിക്ക് ശേഷവും ഇതിനെ നിയന്ത്രിക്കുന്നത് ഞാനല്ല. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കാര്യവും എൻ്റെ അധ്വാനം കൊണ്ടുകൂടി ഇത് ബലപ്പെടുത്താൻ കഴിയുന്ന ഒരു ലോകവും, അതേത് വിശ്വാസമാകട്ടെ, സഭയാകട്ടെ, സമൂഹമാകട്ടെ, പ്രത്യയ ശാസ്ത്രമാകട്ടെ, ജനാധിപത്യ ചിന്തയാകട്ടെ, ഇതിനെല്ലാം ഒരു അർത്ഥമില്ലേ? ഇതിന് ശേഷം ഉണ്ടാകുന്ന ഈ ഒരു എവല്യൂഷനെക്കുറിച്ചും എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വേണം. അപ്പോൾ ക്യാൻ ഐ ബി ഡിസ്ട്രക്റ്റീവ്? ആ ഡിസ്ട്രക്റ്റീവ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സ്വാർത്ഥതകളിൽ മാത്രം എനിക്കിതിനെ കാണാൻ കഴിയുമോ? അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മിലേക്ക് ഇത് എത്തുമായിരുന്നില്ല. അതെ. മറ്റുള്ള ആളുകൾ അങ്ങനെ സെൽഫിഷ്നെസ്സിൽ മാത്രം, ഞാൻ ആ പദം ഉപയോഗിക്കുന്നത് തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല, ഒരു എൻ്റെ മാത്രം പരിമിതമായ ഒരു ലോകത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നു എങ്കിൽ എനിക്ക് മുൻപും എനിക്ക് ശേഷവും അവരങ്ങനെ കരുതിയിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. അതെ അതെ. അപ്പോൾ നാം ഈ വ്യക്തി സ്വാതന്ത്ര്യം എൻ്റെ അമ്മയും അപ്പനും
ഞാൻ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തിലേക്ക് വരും. ഞാൻ ഈ ലോകത്തിലേക്ക് വരില്ല. അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതൊരു തുടർച്ചയുടെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, തുടരേണ്ട ഭാഗമാണെന്നും ഉറപ്പാണ്. അപ്പോൾ ഇതിൽ വലിയ ഒരു നിശ്ചയദാർഢ്യവും ഒരു ചിന്തയും വിവേകവും ദർശനവുമില്ലാതെ ഒരാൾക്ക് സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ അത് ശരിയല്ല. അപ്പം മനുഷ്യജീവൻ, അതിനകത്ത് ഏറ്റവും പിതാവ് പറഞ്ഞതിൽ ഏറ്റവും കീ ആയിട്ടുള്ള പോയിന്റ്, ഒരു മനുഷ്യൻ്റെ ജീവൻ എന്ന് പറയുന്നത് ഒരു തുടർച്ചയുടെ ഭാഗമാണ്. അതെ. ഒരു ക്യാൻഡിലിൽ നിന്ന് വേറൊരു ക്യാൻഡിൽ കത്തിച്ചു വയ്ക്കുന്നത് പോലെ മാതാപിതാക്കളിൽ നിന്ന് ജീവൻ മക്കളിലേക്ക് കൈമാറപ്പെടുന്നു, അവരിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടുന്നു. അതിനിടയിലൂടെ വളർത്തലുകൾ. അപ്പോൾ ഞാനിതിൽ എൻ്റെ ഒരു സഹ അധ്യാപകനായിരുന്നൊരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു ബ്രോക്കൺ ഫാമിലിയിൽ അദ്ദേഹം ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം എപ്പോഴും ബോസ് ടീം, ഐ എം സെൽഫ് മെയ്ഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നെ ആരും സഹായിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ചോദിക്കാം, അപ്പം അന്നൊക്കെ ഫീസുള്ള കാലമാണ് പഠിക്കാൻ. അപ്പം സാർ എങ്ങനെയാണ് ഈ ഫീസൊക്കെ കൊടുത്തിരുന്നത്? അത് ഞാൻ പിന്നെ ഞങ്ങളുടെ പറമ്പിലെ കവുങ്ങേല വലിഞ്ഞു കയറി അടയ്ക്ക പറിച്ച് അത് കൊണ്ട് വിറ്റിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞാൽ കവുങ്ങ് വെച്ച ഒരാളുണ്ടാവില്ലേ, ആ കവുങ്ങ് വെച്ച ആളുടെ സഹായം സാറ് സ്വീകരിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. പക്ഷേ എന്നെ ആ വഴിക്ക് ചിന്തിപ്പിച്ചത് വാസ്തവത്തിൽ ഈ അധ്യാപകനാണ്. അദ്ദേഹം ഈ സെൽഫ് മെയ്ഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിതാവ് പറഞ്ഞ കാര്യം ഞാൻ ഈ തരത്തിൽ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. ഇത് പിന്നെ മറ്റുള്ളവരില്ലാതെ ഒരിക്കലും ഒരു മനുഷ്യന്, ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി മാത്രമേ ഒരു മനുഷ്യന് ജീവിക്കാനാവൂ. സമൂഹത്തിൽ നിന്ന് ഒരുപാട് ഓരോരുത്തരും സ്വാംശീകരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ എൻ്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എൻ്റെ ജീവിതം എൻ്റേതാണ്, ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കും എന്നുള്ള ആ ഒരു പ്രസ്താവന, ആ ഒരു ചിന്ത ഇന്നത്തെ ചെറുപ്പക്കാരുടെ സമൂഹത്തിൽ അത് ധാരാളമായിട്ടുണ്ട്. അത് വല്ലാതെ ഇൻജക്റ്റ് ചെയ്യുവാൻ ചില പ്രത്യേക ചിന്താഗതികൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട്. ആരെയും നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങളുടെ ജീവിതത്തെ ഉപയോഗിക്കാം, നിങ്ങളുടെ ശരീരത്തെ ഉപയോഗിക്കാം, നിങ്ങളുടെ സമയത്തെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ ചെറുപ്പക്കാരുടെ തലയിൽ അടിച്ചു കയറ്റാവുന്ന പ്രസ്ഥാനങ്ങൾ പോലും നമ്മുടെ സമൂഹത്തിൽ വളരെ സജീവമാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ, യുവാക്കളുടെ പ്രായത്തിൽ ഇത്തരം ചിന്തകൾ അവരുടെ തലയിൽ അടിച്ചു കയറ്റ എളുപ്പവുമാണ്. കാരണം ആ പ്രായത്തിൻ്റെ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുന്നൊരു പ്രായം. ഞാനും കോളേജസൊക്കെ പഠിപ്പിച്ചിരുന്ന ആളായിരുന്നത് കൊണ്ട് ചെറുപ്പക്കാരുടെ ചിന്തകൾ നമ്മൾ പെട്ടെന്ന് ഇത്തരം എക്സ്പ്ലോസീവ് ആയിട്ടുള്ള തോട്ട്സ്, വല്ലാത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചിന്ത അവരെ സ്വാധീനിക്കും. അപ്പോൾ അത് കുറേയൊക്കെ നമ്മളുടെ ചെറുപ്പക്കാർക്ക് വലിയ പരുക്കായി തീർന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. പിതാവ് അതിനോട് യോജിക്കുന്നു. ഇത് വല്ലാതെ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ കാര്യം. ഇതിൽ ഞാൻ ഭയക്കുന്ന ഒരു കാര്യം, താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിലേക്ക് ബലമായി പിടിച്ചുകൊണ്ടു പോകുന്ന ചില ചിന്താധാരകളും ചില പ്രത്യേക ഇടപെടലുകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമാണ് എന്നുപോലും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും പലരും പ്രവർത്തിക്കുക. അത് ബൈബിൾ വായിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള ഒരു കടന്നുകയറ്റമായി ഒരാൾ കാണുന്നു എന്ന് വിചാരിക്കുക. ദൈവത്തെക്കുറിച്ചുള്ള വിചാരം നിനക്ക് വേണം എന്ന് ഒരു പിതാവ് വീട്ടിലെ മക്കളോട് പറയുന്നു എന്ന് കരുതുക. ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമായി കാണുകയും, എന്നാൽ നീ എങ്ങനെ ചിന്തിക്കണം എന്ന് നിനക്ക് സ്റ്റഡി ക്ലാസ് എടുക്കാൻ വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ സജീവമാകുകയും ചെയ്യുന്നതിനെക്കുറിച്ച് അത് സ്വാതന്ത്ര്യമെന്നും അതെൻ്റെ ഇഷ്ടമെന്നും പറയുന്നത് തമ്മിൽ അങ്ങനെ പൊരുത്തപ്പെട്ടു പോവുക. അവിടെ ഒരു ഡൈക്കോട്ടമിയുണ്ട്, ഒരു വൈരുദ്ധ്യമുണ്ട്. ഇത് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നതാണ് നമുക്കുണ്ടാകുന്ന അപജയം എന്നുള്ളത്. അതായത് ഇതിനൊരു ഡിസേൺമെൻറ്റ്, ഇതിനൊരു വിവേകത്തോടു കൂടിയ സമീപനം വളരെ ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മളതിനെ നമ്മളുടെ കത്തോലിക്ക ഭാഷയിൽ ഇതിനെ നമ്മൾ പരിശുദ്ധാത്മാവെന്നാണ് വിളിക്കുക, വിവേചന ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ അത് പിന്നെ ആ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ വിവേചന ബുദ്ധി അത് നമ്മളുടെ തന്നെ കുടുംബങ്ങളിൽ, നമ്മളുടെ തന്നെ കുഞ്ഞുങ്ങളിൽ ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗത്തിനെങ്കിലും നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മക്കളെ ചെറിയൊരു ശതമാനത്തിനെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ്. നമ്മളത് പൊതുസമൂഹത്തിൽ നമുക്ക് ഒബ്സർവ് ചെയ്താൽ കാണാൻ സാധിക്കുന്നതാണ്. ഇത്രയും നേരം നമ്മോട് സംസാരിച്ച പിതാവിന് നമുക്ക് നന്ദി പറയാം. ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വിശദമായ വിഷയങ്ങളിലേക്ക്, ഗൗരവതരമായ വിഷയങ്ങളിലേക്ക് ഈ പ്രോഗ്രാം തുടരും. അതുവരെ നമസ്കാരം.